പ്രിയമുള്ളവരെ, polytrust.ioയുടെ ലോഗിൻ പേജിലേക്ക് വീണ്ടും എങ്ങനെ പോകാം എന്ന് ചില ആളുകൾക്ക് അറിയില്ല. ആ ഒരു വീഡിയോ ആണ് നമ്മളിവിടെ കാണിക്കുന്നത്. ട്രസ്റ്റ് വാലറ്റ് എന്ന ആപ്പ് തന്നെയാണ് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത്. അത് ഓപ്പൺ ചെയ്യുന്നു. നമ്മളിവിടെ ബ്രൗസറിൽ ക്ലിക്ക് ചെയ്യുന്നു. താഴെയാണ് ബ്രൗസർ ഉള്ളത്. വാലറ്റ്, സ്വാപ്പ്, ഡിസ്കവർ, ബ്രൗസർ എന്നിങ്ങനെ ഓപ്ഷൻ ഉണ്ട്. അതിൽ ബ്രൗസറിൽ ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് ഒന്നുകിൽ മുകളിൽ നോക്കുമ്പോൾ ഹിസ്റ്ററിയിൽ വെൽക്കം ടു പോളിട്രസ്റ്റ് എന്ന് നേരത്തെ നമ്മൾ ലോഗിൻ ചെയ്ത അഡ്രസ്സ് അവിടെ കാണുന്നുണ്ടായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ അവിടെ ടച്ച് ചെയ്താൽ മതി. അല്ലെങ്കിൽ നമുക്ക് മുകളിൽ ഇങ്ങനെ polytrust.io എന്ന് ടൈപ്പ് ചെയ്താലും മതി. ഇവിടെ ഞാൻ polytrust.io എന്ന് ടൈപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. polytrust.io എന്ന് ഞാൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ കീബോർഡിൽ ഒരു ലെൻസിൻ്റെ ഒരു ചിഹ്നം കാണുന്നുണ്ട് താഴെ. അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് ഉപയോഗിച്ചു സെർച്ചിങ്ങിലേക്ക് പോയി. ഇപ്പോൾ നമ്മുടെ സൈറ്റ് ലോഡ് ചെയ്ത് വന്നിട്ടുണ്ട്. നമ്മളിവിടെ മുകളിലുള്ള നമ്മുടെ ഓപ്ഷൻസ് ഒന്ന് നോക്കുന്നത് നല്ലതാണ്. ഇവിടെ EVM ചെയിൻ എന്നുള്ളത് എത്തേറിയം ആയിട്ടാണ് ഇപ്പോഴും ഉള്ളത്. അത് മാറ്റണം. നമ്മൾ പോളിഗണിലേക്ക് സെലക്ട് ആക്കി. അതിന് ശേഷം നമ്മുടെ വാലറ്റ് ഇവിടെ കാണുന്നില്ല. അപ്പോൾ നമ്മളിവിടെ ഈ താഴെയുള്ള 3 വരയിലൊന്ന് ടച്ച് ചെയ്യുന്നു. എന്നിട്ട് കണക്റ്റ് വാലറ്റ് എന്നതിൽ ക്ലിക്ക് ചെയ്യുന്നു. വീണ്ടും നമ്മുടെ ആപ്പ് നമ്മൾ സെലക്ട് ചെയ്യുന്നു. ട്രസ്റ്റ് വാലറ്റ് എന്ന ആപ്പ് സെലക്ട് ചെയ്യുന്നു. വീണ്ടും താഴെയുള്ള സെലക്ട് വാലറ്റ് എന്നതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ജസ്റ്റ് വീണ്ടും കണക്ട് ചെയ്യുന്നു. താഴെ ഉണ്ട് കണക്റ്റ്. ഇപ്പോൾ നമ്മുടെ വാലറ്റ് കണക്റ്റായി എന്നിവിടെ കാണിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ഹൗ ഇറ്റ് വർക്ക്സ് സ്റ്റേക്ക് ആൻഡ് ഏൺ അതിൻ്റെ താഴെ നമ്മുടെ വാലറ്റ് അഡ്രസ്സ് കാണിക്കുന്നുണ്ട്. അതിൽ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓപ്ഷൻ കാണിക്കും. അതിൽ താഴെയുള്ള ഡാഷ്ബോർഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ ഐഡിയിലേക്ക് എത്തിച്ചേരാൻ പറ്റും. ഇതാണ് നമ്മുടെ ഐഡിയിലേക്ക് വരുന്ന രീതി. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ റഫറൽ ലിങ്ക് എങ്ങനെ കോപ്പി ചെയ്യാമെന്നുള്ളതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ റഫറൽ ലിങ്ക്, അതായത് പുതിയൊരാളെ നിങ്ങളുടെ ലിങ്ക് കൊടുത്ത് ജോയിൻ ചെയ്യിപ്പിക്കണമെന്നുണ്ടെങ്കിൽ, അതായത് ഒരു 6 മാറ്റിക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പ്രക്രിയയാണല്ലോ നമ്മുടെ റഫറൽ ലിങ്ക് കൊടുത്ത് ജോയിൻ ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത്. അങ്ങനെ ഒരു 6 മാറ്റിക്ക് നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ലിങ്ക് തന്നെ കൊടുത്ത് ജോയിൻ ചെയ്യിപ്പിക്കണം. അതിനുവേണ്ടി നിങ്ങൾ നിങ്ങളുടെ ലിങ്ക് കോപ്പി ചെയ്യേണ്ടത് ഈ ഡാഷ്ബോർഡ് എന്നതിൻ്റെ താഴെ അഫിലിയേറ്റ് ലിങ്ക് എന്ന് കൊടുത്തിട്ട് ഒരു അക്ഷരങ്ങൾ അങ്ങനെ കാണുന്നുണ്ട്. HTTPS എന്നും പറഞ്ഞിട്ട് www polytrust എന്നൊക്കെ കാണുന്നുണ്ടല്ലോ. അതിൻ്റെ അറ്റത്ത് ഒരു ചെറിയൊരു ഐക്കൺ കാണുന്നുണ്ട്, ഒരു ചങ്ങലക്കണ്ണി പോലുള്ള. അതിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ലിങ്ക് കോപ്പീഡ് സക്സസ്ഫുള്ളി എന്ന് കാണിച്ചിട്ടുണ്ട്. ഈ കോപ്പി ചെയ്ത ലിങ്കാണ് നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വാട്സപ്പിലേക്ക് നമ്മൾ അയച്ചു കൊടുക്കുന്നത്. നമുക്ക് നോക്കാം എങ്ങനെ അയച്ചു കൊടുക്കാമെന്നുള്ളത്. ഞാൻ എൻ്റെ വാട്സപ്പിലേക്കൊന്ന് പോവുകയാണ്. വാട്സപ്പിലേക്ക് പോയി എനിക്ക് അയച്ചു കൊടുക്കേണ്ട ആളെ ഞാൻ വാട്സപ്പിൽ തിരഞ്ഞു. അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഞാനിവിടെ അയക്കാൻ വേണ്ടി പേസ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മളൊന്ന് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്ത് പിടിച്ച് കഴിഞ്ഞാൽ പേസ്റ്റ് എന്ന ഓപ്ഷൻ കാണും. അങ്ങനെ പേസ്റ്റ് ചെയ്തു. ഇനി സെൻഡ് അടിച്ചാൽ അദ്ദേഹത്തിൻ്റെ വാട്സപ്പിലേക്ക് പോയി. ഇനി ഒരു സംഗതി, ഈ ഒരു ലിങ്ക് ഉപയോഗിച്ചിട്ടാണ് അദ്ദേഹം നമ്മുടെ സൈറ്റിലേക്ക് കയറി വരികയാണ്. ട്രസ്റ്റ് വാലറ്റിലൂടെ കയറി വരുന്നത് ഈ ലിങ്ക് ഉപയോഗിച്ചിട്ടാണ്. ഇനി കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ രജിസ്ട്രേഷൻ്റെ ഒരു ഘട്ടം കടന്നു ചെല്ലുമ്പം റഫറൽ ID എന്ന് ചോദിക്കും. അപ്പോൾ റഫറൽ ID എന്ന് പറഞ്ഞാൽ ഈ അയച്ചു കൊടുത്ത ലിങ്കിൻ്റെ തന്നെ ഒരു ഭാഗമാണ്. അതെങ്ങനെ ആണ് നോക്കാം നമുക്ക്. അതായത് ഈ ലിങ്ക് തന്നെ വീണ്ടും ഒന്നുകൂടി ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. അതിൽ ഈ 0x എന്ന് തുടങ്ങി ഒരു സ്ലാഷ് ഇട്ടതിന് ശേഷം 0x541 എന്നൊക്കെ കാണുന്നുണ്ടല്ലോ. അവിടുന്ന് അങ്ങോട്ട് ആ സ്ലാഷിൻ്റെ മുൻഭാഗത്തേക്കുള്ളത് മുഴുവൻ ഡിലീറ്റ് ചെയ്ത് ഒഴിവാക്കിയാൽ മതി. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, ഇതാണ് അയാളുടെ റഫറൽ ID എന്ന് പറഞ്ഞത്. അപ്പോൾ ആ ലിങ്കിൻ്റെ തന്നെ ഒരു ഭാഗമാണ് റഫറൽ ID എന്ന് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ സുഹൃത്തിന് നമ്മുടെ ലിങ്ക് അയച്ചു കൊടുക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തോട് പറയണം, ഈ ലിങ്ക് തന്നെയാണ്, അതിൻ്റെ ഒരു ഭാഗമാണ് റഫറൽ ID ആയിട്ടും വരുന്നത്. അപ്പം റഫറൽ ID എന്ന് പറയുന്നത് ഈ ഒരു സ്ലാഷ് മാർക്ക് കഴിഞ്ഞതിന് ശേഷമുള്ള ഭാഗമാണ്. അപ്പോൾ അതിന് മുന്നേ ഉള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്താൽ മതി എന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയോ, അതല്ലെങ്കിൽ ആദ്യം തന്നെ ലിങ്കും അതുപോലെ തന്നെ റഫറൽ ID യും രണ്ടും രണ്ടായിട്ട് അയച്ചു കൊടുക്കുകയോ ചെയ്യേണ്ടതാണ്. ഓക്കെ, താങ്ക് യു.